പ്രിയ ദൈവമക്കളെ, ആത്മീയ മൂല്യശോഷണവും അധപ്പതനവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഉണർന്നും ഒരുങ്ങിയുമിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. എന്തെന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വാതിൽക്കലായിരിക്കുന്നു. കാഹളനാദം കേൾക്കുവാൻ നാളുകൾ ഏറെയില്ല. ഭക്തിയുടെ വേഷം ധരിച്ച് ശീതോഷ്ണരായിരിക്കുന്ന ഈ ആത്മീയ ഗോളത്തിൽ ദൈവസ്നേഹമുള്ളവരായും വചനാനുഷ്ഠിത ജീവിതമുള്ളവരായും നമുക്ക് ജീവിക്കാമെന്ന ആഹ്വാനത്തോടെ വിവിധ ആത്മീയ ഞരമ്പ് രോഗങ്ങൾക്കും ഉന്നതഭാവങ്ങൾക്കും മരുന്ന് നിർദ്ദേശിക്കുന്ന വിദഗ്ധ ഡോക്ടർ ഡ്രാമ സൂസി ഇന്നു മുതൽ നമ്മുടെ കർമ്മേൽ ഹോസ്പിറ്റലിൽ ചാർജ് എടുത്തിട്ടുണ്ട്. വളരെ ഉന്നത വിദ്യാഭ്യാസമായ BD കരസ്ഥമാക്കിയും അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരം വിസിറ്റ് ചെയ്ത് പ്രശസ്തമായ ഷേക്ക് ഷാക്ക് ബർഗർ മാത്രം കഴിച്ച് മടങ്ങി വരുന്ന ഈ ഡോക്ടർ നിങ്ങളുടെ എത്ര പഴയ രോഗങ്ങൾക്കും പ്രതിവിധി നിർദ്ദേശിക്കുന്നതാണ്. എല്ലാ സംശയങ്ങൾക്കും വിദഗ്ധ മറുപടിയുമായി ഞങ്ങളുടെ ഹോസ്പിറ്റൽ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ലിവിംഗ് വാട്ടർ ചർച്ച് ക്രൈസ്റ്റ് വോയിസ് അവതരിപ്പിക്കുന്നു ആന്തരിക രോഗങ്ങളും ആത്മീക സൗഖ്യവും. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ അടുത്തൊരു കല്യാണത്തിന് പോവാണ്ട്. എനിക്കും അത്യാവശ്യമായിട്ട് വീട്ടിൽ ചെല്ലണം. ചോറും കറികളും ഉണ്ടാക്കുന്നു, അത് ഭാര്യയ്ക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്യണം. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ് സിസ്റ്റർ റോസി. പേഷ്യൻസ് തിരക്ക് കൂട്ടുകയാണ്. ഇപ്പൊ ശരിയാക്കാൻ സിസ്റ്ററെ, ഒരു എമർജൻസി ഉണ്ടായിരുന്നു, അതാ ഇച്ചിരി ലേറ്റ് ആയത്. എന്നിട്ടാ പേഷ്യന്റ് സ്റ്റേബിൾ ആയോ? ഓ, പേഷ്യന്റ് ഒന്നും ആയിരുന്നില്ല. ഞാനൊരു ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർ, എന്നാൽ ഞാൻ പേഷ്യന്റിനെ വിളിച്ചു തുടങ്ങട്ടെ? നോക്കട്ടെ സിസ്റ്റർ, ഇതൊക്കെ ഒന്ന് വർക്ക് ആകുമോ എന്ന്. ഓ, അനക്കൊന്നുമില്ല. ശരി, ഇതൊക്കെ മതി. ഡോക്ടറെ, ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കിക്കേ. വെക്ക് സിസ്റ്ററെ, ഇത് ആവശ്യം വരും. ഓക്കെ, എന്നാ പേഷ്യന്റിനെ വിളിക്കൂ സിസ്റ്റർ. ഓക്കെ ഡോക്ടറെ. ടോക്കൺ നമ്പർ 1. എന്താ പേര്? തുമ്മിയ. ടോക്കൺ നമ്പർ 1. വരൂ ഇരിക്കൂ. എന്താ പേര്? ഡോക്ടറെ, എൻ്റെ പേര് പ്ലാച്ചിക്കുഴി തൊമ്മി. സ്നേഹമുള്ളവരെ എന്നെ കുഴിത്തൊമ്മി എന്ന് വിളിക്കും. എന്ത്, കുഴിമന്തിയോ? ഓ, കുഴിമന്തി അല്ല, കുഴിത്തൊമ്മി. കുഴിത്തൊമ്മയ്ക്ക് വയസ്സ് എത്രയുണ്ട്? ഡോക്ടറെ, പിന്നെ വയസ്സങ്ങോട്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഇത്രയും കാര്യമായിട്ട് ചോദിച്ചുകൊണ്ട് പറയാം, എനിക്ക് ഹാഫ് സെഞ്ചുറിക്ക് ഒരു ഒന്നുകൂടെ വേണം. പറ തോമി, തോമിയുടെ പ്രശ്നം എന്താ? ഡോക്ടറെ, എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. കാരണം ഞാൻ കുഞ്ഞുനാളിൽ സൺഡേ സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയവും പഠിക്കാതെ വന്നതിന് ടീച്ചർ വഴക്ക് പറഞ്ഞതും എൻ്റെ സഹോദരനായിട്ട് വഴക്കുണ്ടായതൊക്കെ ഇന്നലെ പോലെ ഓർക്കുന്നു. അത് ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഓരോ ചെറിയ പണി ഞാൻ ഇടയ്ക്ക് കൊടുക്കും. ഇതെങ്ങാനും വേണ്ടി വരുമോ തോമി? അയ്യോ ഡോക്ടറെ, ഒന്നും വേണ്ട. കുഞ്ഞുനാളിലെ കാര്യം തോമ്മിക്ക് ഓർമ്മയുണ്ട്. പാസ്റ്റർ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച വചനഭാഗം ഏതെന്ന് ഓർമ്മയുണ്ടോ തോമ്മി? എൻ്റെ ഡോക്ടറെ, ഇതൊന്നും ഓർമ്മയില്ല. ഞാൻ അവിടെ ഇരുന്നാലും എൻ്റെ മനസ്സ് എപ്പോഴും ജോലിയുടെ കാര്യങ്ങളിലും വീട്ടിലെ കാര്യങ്ങളിലും നാട്ടിലെ കാര്യങ്ങളും. അങ്ങനെ ഇപ്പോൾ ഇലക്ഷനൊക്കെ അല്ലേ, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകും. പിന്നെ ഡോക്ടറെ, ഒരു കാര്യം കൂടിയുണ്ട്. പള്ളിയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കും, അവർ കണ്ണടച്ചോ ഇല്ലോ എന്നുള്ളത്. തൊമ്മി, ഇത് കുരുടോമാനി എന്ന അസുഖമാണ്. അതായത് ആത്മീക അന്ധത എന്ന് പറയും.
പേടിക്കേണ്ട, ഇതിന് പ്രതിവിധി ഉണ്ട് കേട്ടോ. കർമ്മേൽ മെഡിക്കൽസിൽ നിന്ന് കണ്ണിലെഴുതുന്ന ലേപം വില കൊടുത്ത് വാങ്ങണം. അത് രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും 2 ഡ്രോപ്പ് വീതം 2 കണ്ണിലും അങ്ങ് അപ്ലൈ ചെയ്യണം. അപ്പോൾ കാഴ്ച ലഭിക്കും കേട്ടോ. 2 ദിവസം തുടരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയദൃഷ്ടി അങ്ങ് പ്രകാശിക്കും. ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രമാകും. കയ്പിൻ്റെ എല്ലാ അനുഭവവും മാറിപ്പോകും. ആ ഡോക്ടറെ, അത് ഞാൻ വാങ്ങാം. അത് ഒഴിച്ചിട്ടും കുറവില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? അത് ഒഴിച്ചിട്ടും കുറവില്ലെങ്കിൽ കർമ്മേലിൽ 3 ദിവസം ഭക്ഷണമൊക്കെ വെടിഞ്ഞ് മുഴങ്കാലങ്ങ് മടക്കണം. എന്നാൽ ശരി ഡോക്ടറെ, ഞാൻ പോയി മെഡിസിൻ വാങ്ങാം. ആയിക്കോട്ടെ തൊമ്മി, കുറവില്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ട് വന്നോളൂ കേട്ടോ. ശരി. ടോക്കൺ നമ്പർ 2. ടോക്കൺ നമ്പർ 2. വാ ഇരിക്കെ. പേര് പറഞ്ഞാട്ടെ. എൻ്റെ പേര് വിശ്വാസ വീട്ടിൽ അച്ചാമ്മ. അച്ചാമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? വയസ്സ് ഏകദേശം 70 ആകുന്നു. പക്ഷെ എന്നെ കണ്ടാൽ ഒരു 40 വയസ്സേ തോന്നുകയുള്ളൂ. അച്ചാമ്മ കണ്ണാടിയിലൊന്നും നോക്കാറില്ലയോ? ഓ, എന്നാ നോക്കാനാ. എന്താ അച്ചാമ്മയുടെ അസുഖം? അങ്ങനെ അസുഖമൊന്നുമില്ല. ഞാൻ ആരാധനയൊന്നും മുടക്കത്തില്ല. ഇടവും വലവും നോക്കാതെ ആരാധിക്കും. ആരാധന കഴിഞ്ഞ് ഇറങ്ങിയാലോ ആരോടും ചിരിക്കാനോ സംസാരിക്കാനോ നിൽക്കാതെ തിരക്കിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. ചിലരൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ജാടയാണെന്ന്. എനിക്കങ്ങനെയൊന്നുമില്ല. ഇതത്ര വലിയ അസുഖമൊന്നും അല്ല അച്ചാമ്മേ. ചികിത്സിച്ചാൽ മാറാവുന്ന അസുഖമേ ഉള്ളൂ. ബെത്സൈദ മെഡിക്കൽസിൽ നിന്നും സ്നേഹം ഒരു 5 കുപ്പി അങ്ങ് മേടിക്കണം. ഓരോ മണിക്കൂർ ഇടവിട്ട് 20 ml വെച്ച് കുടിക്ക്. അച്ചാമ്മ ഇടമീറ്റിങ്ങിന് വരുമ്പോൾ എല്ലാവരോടും സംസാരിക്കാറുണ്ടോ? വീട്ടിൽ വെറുതെ ഇരുന്നാലും ഞാൻ മീറ്റിങ്ങിന് വരാറേ ഇല്ല. എനിക്കതിനുള്ള നിയോഗം ഒട്ടുണ്ടാവാറുമില്ല. സ്നേഹത്തിൻ്റെ കൂടെ അച്ചാമ്മ കൂട്ടായ്മ എന്ന ടാബ്ലറ്റും കൂടി വാങ്ങണം. രാവിലെയും രാത്രിയും ഓരോന്നങ്ങ് കഴിക്ക്. ആട്ടെ, അച്ചാമ്മ ഉപവസിക്കാറുണ്ടോ? ഓ, ഉപവസിക്കാനുള്ള ആത്മപ്രേരണയൊന്നും എനിക്കില്ല. പിന്നെ ചില ആഴ്ചകളിൽ സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ദൈവമക്കൾ എഴുന്നേറ്റ് പ്രാർത്ഥന വിഷയം മാത്രം പറയാൻ ദൈവദാസൻ പറയുമ്പോൾ എനിക്ക് അന്ന് ഒരു ലേഖനം വായിക്കാൻ ആത്മാവ് പ്രേരിപ്പിക്കും. ഞാനതങ്ങനെ വായിക്കും. അത് വല്ല തെറ്റാണോ? കുറേ നേരമായല്ലോ, എൻ്റെ ടോക്കൺ ഇതുവരെ വിളിച്ചില്ലേ? നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? മനുഷ്യനെ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ചേട്ടാ ഒന്ന് അവിടെ പോയിരിക്കുക. ചേട്ടൻ നമ്പർ ആകുമ്പോൾ ഞാൻ വിളിക്കാം. എന്ത് നമ്പർ? എന്താ സിസ്റ്റർ അവിടെ ഒരു ബഹളം കേൾക്കുന്നേ? അത് ഡോക്ടറെ, ഒരു പേഷ്യൻ്റ് ഇടയ്ക്ക് കയറി വന്നതാ, അതിൻ്റെ ബഹളവാ. അച്ചാമ്മ മുന്നേ ചോദിച്ചില്ലയോ? അതൊരു പ്രശ്നമില്ല അച്ചാമ്മേ. ഇത് അസുഖം അതിവിശുദ്ധമാനിയ എന്ന് പറയും. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. വെളിച്ചത്തിൽ നടന്നാൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. തമ്മിൽ ഭാരങ്ങളെ ചുമന്നാൽ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കാൻ കഴിയും. ആത്മീയ അഭിവൃദ്ധി കർത്താവിനോട് അടുക്കുന്നതിന് ഉപവാസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ആകയാൽ സ്നേഹവും കൂട്ടായ്മയും ഉപവാസവും പക്വതയും അച്ചാമ്മയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ ഡോക്ടറെ, ഞാൻ ശ്രമിക്കാം. എന്തായാലും ഡോക്ടർ പറഞ്ഞതല്ലേ. എന്നാ ശരി അച്ചാമ്മേ. അച്ചാമ്മ പോയി മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്ക് കേട്ടോ. ടോക്കൺ നമ്പർ 3. ടോക്കൺ നമ്പർ 3. ഇരിക്കെ. പേരെന്താ? ഡോക്ടറെ, എൻ്റെ പേര് പറങ്കി വീട്ടിൽ പൊടിയൻ. പൊടിയൻ്റെ അസുഖം എന്താ പൊടിയാ? ഡോക്ടറെ, ഞാൻ വലിയ സംഭവമാണ്. ആരെങ്കിലും എന്നോട് 1 പറഞ്ഞാൽ ഞാൻ 2 പറഞ്ഞ് അവരുടെ വായ അങ്ങ് അടപ്പിക്കും. പിന്നെ എൻ്റെ BP അങ്ങ് ഷൂട്ടപ്പ് ആകും. എൻ്റെ കൺട്രോൾ ഔട്ട് ഓഫ് സർവീസ് ആകും. സിസ്റ്ററെ ഒന്ന് BP ഒന്ന് നോക്കിക്കേ സിസ്റ്ററെ.
ടോട്ടൽ 120/85. ഡോക്ടറെ ഒരു എമർജൻസി വന്നിട്ടുണ്ട്, ഒന്ന് പെട്ടെന്ന് വരാവോ? ആഹാ, എമർജൻസിയോ? സിസ്റ്ററെ, ആ ചെറിയ സ്പാനറും ടൂൾസും ഒക്കെ ഇങ്ങെടുത്തേ. ഓ, ഒന്നാമതെ നിന്ന് ലേറ്റായി. ഇതേ ഇപ്പൊ ഡോക്ടറും എണീറ്റ് പോയി. ഓ, ഇതായിരുന്നു ഇത്ര തിരക്ക് പിടിച്ച പേഷ്യന്റ്. ആ ഡോക്ടറെ, എന്തുവായിരുന്നു അത്? അത് ആരാണ്ട് സ്ക്രൂ ഒന്ന് ലൂസായതൊന്ന് ടൈറ്റ് ചെയ്യാൻ പോയതാ. ആ പൊടിയൻ്റെ BP നോർമലാട്ടോ. മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ BP ഹൈ ആകാതിരിക്കേണ്ടതിന് ബേദാന്യ മെഡിക്കൽസിൽ നിന്നും സൗമ്യതയും ഇന്ദ്രിയജയവും വാങ്ങണം. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഓരോന്നങ്ങ് കഴിക്കണം. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനനുസരിച്ച് നടക്കാൻ കഴിയും. അന്യോന്യം പോരിന് വിളിച്ചും അസൂയപ്പെട്ടും കൊണ്ട് വൃഥ അഭിമാനികളാകുന്നതെന്തിനാ? പൊടിയൻ എത്ര സമയം പ്രാർത്ഥിക്കാറുണ്ട് പൊടിയാ? ഓ ഡോക്ടറെ, ആരാധന കഴിഞ്ഞിറങ്ങിയാൽ പിന്നെ എൻ്റെ ചിന്തയിൽ മൊത്തം ജോലിയും തിരക്കും ടെൻഷനും, പിന്നെ കൂടുതൽ സമയം ഞാൻ മൊബൈലിലും ഒക്കെ ആയിരിക്കും. രാത്രി ഞാൻ കിടക്കാൻ നേരത്ത് പൊടിയനിതാ മലർക്കുന്നേ കാത്തോണെ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങ് കിടക്കും. പൊടിയാ, ബദാന്യ മെഡിക്കൽസിൽ നിന്ന് പ്രാർത്ഥനയും കൂടെ വാങ്ങണം. അതങ്ങോട്ട് രാവിലെയും വൈകിട്ടും 3 നേരം കഴിക്ക്. ദൈവസന്നിധിയിൽ മുഴങ്കാലും കൂടെ മടക്കണം. പിന്നെന്ത് ചെയ്യണം? ഇടപെടാതെ പ്രാർത്ഥിക്കുകയും കൂടെ വേണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതാണ് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. ഓ ശരി ഡോക്ടറെ, ഞാൻ അങ്ങനെ ചെയ്യാം. നാട്ടപ്പൊടിയാ, പോയിട്ട് വായോ. ടോക്കൺ നമ്പർ 4. ഇതെവിടുന്നാ വിളിക്കുന്നേ? ടോക്കൺ നമ്പർ 4 ഉണ്ടോ? ഇതെവിടെയായി കർമ്മേൽ ക്ലിനിക്ക്? ആ, ഇതാരാ? കുഴിത്തൊമ്മിയോ? ആ, പാപ്പൻ ചേട്ടനോ? എവിടെയാ കുഴി ഈ ക്ലിനിക്ക്? ഒന്ന് പറഞ്ഞു തരൂ. ആ, പാപ്പൻ ചേട്ടാ, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കയറിയാൽ മതി. ആ, ശരി ശരി. ഇരിക്കെ. പേരെന്താ? ആനക്കാട്ടിൽ പാപ്പൻ. ആനക്കാട്ടിലോ? ആനയെ വിറപ്പിച്ചവനായി ഇരിക്കുന്നേ. ഇപ്പൊ പാപ്പ ഞാനാ വിറയ്ക്കുന്നേ. പാപ്പന്റെ വയസ്സ് എത്രയാ? 18. 18? ഡോക്ടർക്ക് ഗണിതശാസ്ത്രം പിടികിട്ടാ പുള്ളിയാണെന്ന് മനസ്സിലായി. 80 ഞാൻ സെക്രട്ടറി ഒക്കെ ആയിട്ടിരുന്ന വലിയ പുള്ളിയാ. പിന്നെ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. ചിലർ മാറ്റിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നെ എങ്ങനെ മാറ്റാൻ പറ്റുമോ? പറ്റില്ല പാപ്പാ, പറ്റില്ല. എന്താ പാപ്പന്റെ അസുഖം? എനിക്കങ്ങനെ അസുഖമൊന്നും ഇല്ല. എന്നാ പറഞ്ഞാട്ടെ. പാസ്റ്റർ എന്നെ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി ഒരു വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ രോഗിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ കൂടി നിന്നവർക്കും വീട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അയൽക്കാരെ സ്നേഹിപ്പാനാണല്ലോ കർത്താവ് പഠിപ്പിച്ചത്. ഭയങ്കരമായിട്ട് അയൽക്കാരെ അങ്ങ് സ്നേഹിക്കുവാണല്ലോ പാപ്പാ. ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണമല്ലോ. ദേശത്തെയും കേരളത്തെയും അയൽ സംസ്ഥാനങ്ങളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിച്ചു. നോർത്ത് ഇന്ത്യയെ മറക്കാൻ കഴിയുമോ? നോർത്ത് ഇന്ത്യയെയും ഇന്ത്യ മഹാരാജ്യത്തെയും അയൽ രാജ്യങ്ങളെയും മഞ്ഞു പെയ്യുന്ന രാജ്യങ്ങളെയും യുദ്ധക്കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങളെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ലോകരാജ്യങ്ങളെയും
ലോക നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും ഒക്കെ ഓർത്തൊരു നീണ്ട പ്രാർത്ഥന ഞാനങ്ങ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ ബെഡിൽ കിടന്നിരുന്ന പേഷ്യന്റിനെ ശവപ്പെട്ടിയിൽ കിടത്തിയിരിക്കുന്നു. ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ കൂടി നിന്ന് ആരോ ഒരാൾ പറഞ്ഞു, പ്രാർത്ഥനയിൽ ഇന്ത്യൻ ബോർഡറിലൂടെ പാകിസ്ഥാനിലേക്ക് കടക്കുമ്പോഴാണിത് സംഭവിച്ചതെന്ന്. എന്താ ഡോക്ടറെ, ഞാൻ പ്രാർത്ഥിച്ചതിൽ തെറ്റുണ്ടോ? ഇല്ല പാപ്പാ, ഇല്ല, അതിലൊരു തെറ്റും ഇല്ല. ഇത് അവിവേക ദീർഘമാനിയ പ്രാർത്ഥനയാണ്. ഇതിന് മരുന്നുണ്ട്. ഗിലയാദ് മെഡിക്കൽസിൽ നിന്നും ജ്ഞാനവും വിവേകവും സുബോധവും വാങ്ങണം. എല്ലാ ദിവസവും ഓരോന്ന് വെച്ചങ്ങ് കഴിക്കും, അതങ്ങ് മാറിക്കോളും. അങ്ങനെയാണോ? അതുമാത്രമല്ല ഡോക്ടറെ, പാസ്റ്റർ എന്നെ കണ്ണുരുട്ടി കാണിക്കും. അയ്യോ, അതെന്തിനാ? ഞാൻ ഇങ്ങനെ ആക്കുമ്പോൾ. എന്തിനാ പാപ്പാ ഇരുന്ന് അങ്ങനെ ഇങ്ങനെ ആക്കുന്നേ? അത് ഞാൻ ആരാധനയ്ക്ക് ഇടയ്ക്ക് മൊബൈലിലെ ബൈബിള് നോക്കാൻ ഒന്ന് എടുക്കും. പിന്നെ വാട്സപ്പ് മെസ്സേജിൽ കന്ന് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെയും ഫേസ്ബുക്കിലോട്ടും ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കും. അത് പാഷന് ഭയങ്കര ഏനക്കേടാ. ഇത് മൊബൈൽ അഡിഷൻ മാനിയാണ്. ഇത് മാറണമെങ്കിലേ ആരാധനയ്ക്ക് കയറുന്നതിന് മുമ്പ് ആ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്ക്. വീട്ടിലെ കുറവുകളും പാപങ്ങളും ഒക്കെ ഏറ്റു പറഞ്ഞ് ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചങ്ങ് ഒരുങ്ങി കടന്നു വാന്നേ. ഓ, അതിനൊക്കെ എവിടെയാ സമയമുണ്ടോ കേട്ടറേ? തിരക്ക് പിടിച്ചോടി വരുമ്പോഴേക്കും ആരാധന തുടങ്ങിക്കഴിഞ്ഞിരിക്കും. പിന്നെ ആരാധനയ്ക്ക് 3.5 മണിക്കൂർ ഇരുത്തുകയല്ലേ. ഉള്ളിൽ നിന്നൊരു വിളി കേട്ടാലും പാസ്റ്റർ നിർത്തുകയില്ല. അതെന്നാ വിളിയാ? ദൈവ വിളിയാണോ കേൾക്കുന്നേ? ഏയ് അല്ല, വിശപ്പിന്റെ വിളിയേ. ഇത് OP മെഡിസിൻ കൊണ്ട് മാത്രം മാറുന്ന അസുഖമല്ല. ഗിലയാദിലെ എണ്ണത്തോണിയിൽ 6 ദിവസം അങ്ങ് അഡ്മിറ്റ് ആകും. അതിനുശേഷം ആരാധനയ്ക്ക് കറക്റ്റ് സമയത്ത് സംബന്ധിച്ച് നോക്ക്, വളരെ അനുഗ്രഹമായിരിക്കും. എന്നാ ശരി ഡോക്ടറെ, ഞാൻ നോക്കട്ടെ. എന്നാ ആയിക്കോട്ടെ പാപ്പ, കുറവില്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിങ്ങ് പോന്നേക്ക്. ശരി. പ്രിയരെ, കൃപയുടെ വാതിൽ പൂട്ടുവാൻ സമയമായി. അലസതയും ഉദാസീനതയും വിട്ടുകളഞ്ഞ് ആത്മാവിൽ എരിവുള്ളവരായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, നമ്മുടെ അരുമനാഥൻ്റെ വരവിനായി പ്രത്യാശയോടെ ഒരുങ്ങിക്കാത്തിരിക്കാം. അതിനായി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിയിടുന്ന യോനയെ പോലുള്ളോര് എത്ര നാൾ ഉറങ്ങിയിടുമോ കർത്താവിപ്പോൾ വന്നിടുമോ. എത്ര നാൾ ഉറങ്ങിയിടുമോ കർത്താവിപ്പോൾ വന്നിടും. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങും.